മലയാളം തുടങ്ങുന്നതും സിനിമ അവസാനിക്കുന്നതും അതേ മായിൽ നിന്ന് തന്നെയാണ് മമ്മൂട്ടി. മമ്മൂട്ടി സിനിമ ഇല്ലാതിരുന്ന 8 മാസങ്ങൾ തിയേറ്ററിൽ കണ്ട് കൈയടിച്ച് ആഘോഷിക്കുന്ന സൂപ്പർ സ്റ്റാറിനപ്പുറം മലയാളികൾ മമ്മൂട്ടിക്കായി കാത്തിരുന്ന 240 ദിവസങ്ങൾ. മലയാള സിനിമ പൂർണ്ണമാകുന്നു. മലയാളത്തിൻ്റെ മഹാനടൻ തിരിച്ചെത്തിയിരിക്കുന്നു. വെൽക്കം ബാക്ക് മമ്മൂക്ക, വി മിസ്ഡ് യു. കളങ്കാവൽ ഡയറക്ടർ ബൈ ജിതിൻ കെ ജോസ്, മമ്മൂക്കയുടെ നെവർ സീൻ ബിഫോർ ക്യാരക്ടർ. അപ്പോൾ കണ്ടറിഞ്ഞ് ഓടിച്ചൂടെ എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ ചോദിച്ചു നോക്കാം. കളങ്കാവൽ എങ്ങനെയുണ്ടായി ഫസ്റ്റ് ഇംപ്രഷൻ? ഫസ്റ്റ് ഇംപ്രഷൻ മികച്ചത് തന്നെയാണ്. നമ്മൾ ട്രെയിലറിൽ കൂടെ പിന്നെ സിനിമയെക്കുറിച്ചുള്ള ഒരു ആകത്തുക നമുക്ക് അറിയാമായിരുന്നല്ലോ, എസൻസ് അതേ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരിക്കുന്ന എക്സ്ക്ലൂസീവ്ലി നമ്മുടെ കന്യാകുമാരിയിൽ, പ്രത്യേകിച്ച് മാർത്താണ്ഡം, നാഗർകോവിൽ ഈ ഒരു ഭാഗത്തൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹം ഇതിൽ സംസാര ശൈലിയൊക്കെ കറക്റ്റ് ആ ഒരു തിരുവനന്തപുരം കന്യാകുമാരിയിലെ ചില ഏരിയകളിൽ സംസാരിക്കുന്ന ഒരു വലിച്ചു നീട്ടിയൊക്കെ ഉള്ള ഒരു പിടിച്ചിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ ഒരു ട്രേഡ് മാർക്കാണല്ലോ അത്. എല്ലാ സിനിമകളിലും നമ്മുടെ സംസാര ശൈലി വന്ന് ഒരു ഇന്റർവെൽ ഒരു സംഭവം, ഒരു പീക്ക് സംഭവത്തിലാണ് ഇന്റർവെൽ നിർത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും എക്സൈറ്റിംഗ് ആണ്, ഫുൾ എക്സൈറ്റ്മെന്റിലാണ്. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇത്രയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സ്റ്റോറി ഇതുവരെ കണ്ട ഗ്രിപ്പിംഗ് ആണ്. അതെ, ഗ്രിപ്പിംഗ് ആയിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര നല്ല ത്രില്ലിംഗ് ആയിട്ട് ആ ഒരു ബിജിഎമ്മും കാര്യങ്ങളും ഒക്കെ എല്ലാം ഒരു കുന്തറാണ്ടോ വേണ്ട. എങ്ങനെയുണ്ട്? ഇതുവരെ കാണാത്ത മമ്മൂക്കയാണ്. മമ്മൂക്ക സൂപ്പർ, അടിപൊളി. അടിപൊളി എന്ന് വെച്ചാൽ ഇന്റർവെല് കൊണ്ട് നിർത്തിയിരിക്കുന്ന വെച്ചാൽ ട്വിസ്റ്റാണ്. കിടിലം സിനിമ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം അടിപൊളി. ഓക്കെ, നൈസായിട്ടുണ്ട്, നല്ല ട്വിസ്റ്റ് ഉണ്ട്, നല്ല സ്ക്രീൻ പ്ലേ, പിന്നെ നല്ല കളർ ഗ്രേഡിങ്, സ്പീഡി ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ. സ്റ്റോറിയിലോട്ട് സ്റ്റോറി എങ്ങനെയുണ്ട്? സ്റ്റോറി നൈസായിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നല്ല ആയിട്ട് പോകുന്നുണ്ട്, ഡീറ്റെയിലിംഗ് ഒക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ ഒരു ഇത് ഇൻട്രോയും കാര്യങ്ങളും വിഷയമായിരുന്നു, പക്കാ സാധനം. എന്തായാലും പ്രതീക്ഷിച്ചതിന് മുകളിലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി സെക്കൻഡ് ഹാഫ് കാണണം. ഫസ്റ്റ് ഹാഫിൽ തന്നെ മനസ്സിലായി, നൈസായിട്ടുണ്ടായിരുന്നു. ട്വിസ്റ്റൊക്കെയാണ് പ്രതീക്ഷിച്ചതല്ല സാധനം. ഫസ്റ്റ് ഹാഫില് പ്രതീക്ഷിച്ചത് തന്നെയാണ്. എന്നാലും ഇന്റർവെൽ ബ്ലോക്ക് ഒക്കെ എങ്ങനെ നിർത്തിയേക്കുന്നത്? ഇന്റർവെൽ ബ്ലോക്ക് പറഞ്ഞ സ്പോയിലർ. ഓക്കെ, അടിപൊളിയാണ്. മമ്മൂട്ടി തകർത്ത്. പ്രതീക്ഷ ഉണ്ട്. ആ ഇൻട്രോ കഴിഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, അപ്പൊ തന്നെ ഞെട്ടി. ഇൻട്രോ കഴിഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, അത് ഞെട്ടുന്ന സാധനമാണ്. പ്രതീക്ഷിച്ചതല്ല മമ്മൂക്ക തകർത്തിട്ടുണ്ട്. ഇതുവരെ കാണാത്ത പുതിയ മമ്മൂക്ക. അതെ അതെ, അതൊരു സാധനം ഉണ്ട് അതിനകത്ത്. ആ ഇൻട്രോ കഴിഞ്ഞിട്ടുള്ളൊരു സാധനം നമ്മൾ ഒരു ഗൂസ് ബംപ് സാധനമാണ്. മൊത്തം സിനിമ ഗ്രിപ്പിംഗ് ആണ് തീർച്ചയായിട്ടും. ഒരു ഇതിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന കഥ തന്നെയാണ്, അത് കണ്ടോണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷ പോലെയാണോ പോകുന്നത്? സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കൊള്ളാം. ഇപ്പം നമ്മളൊരു ഇതിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, ഒരു ഗ്രിപ്പ് സാധനത്തിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നമുക്കടെ ഇൻട്രോ ഒക്കെ എങ്ങനെയുണ്ട്? ഇൻട്രോ സിമ്പിള്, പക്ഷെ അത് കഴിഞ്ഞൊരു ഗൂസ് ബംപ് സാധനമുണ്ട്, അതാണ് നമുക്ക് കാണാം. അതെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ.